ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു ഫാമിലി ട്രിപ്പിന് പോവാണ് കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം മൂന്നാറ്, മറയൂർ അങ്ങനത്തെ സ്ഥലങ്ങൾക്കാണ് പോണത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ സമയം ഒരു 9 മണി. അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഗൈസ്, ഇതാണ് നമ്മൾ പോണ ബസ്. അപ്പോൾ ബസ് കയറി എല്ലാവരും ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞങ്ങളുടെ കലാപരിപാടി ഞങ്ങളിവിടെ തുടങ്ങി കേട്ടോ. ഡാൻസും പാട്ടുമായിട്ട് പിന്നെ അടിപൊളിയാക്കി. പിന്നെ ഞങ്ങൾ എല്ലാവരും റീൽ എടുക്കാനുള്ള കഷ്ടപ്പാടില്ലായിരുന്നു. ആ വീഡിയോക്കാളും ഞങ്ങൾ എൻജോയ് ചെയ്ത് അത് ഷൂട്ട് ചെയ്തതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഒരു 4 മണിയായപ്പോഴേക്കും ഞങ്ങൾ അടിമാലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അവിടെ ഞങ്ങൾ റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ മൂന്നാർ പിടിച്ചേ. ഗുഡ് മോർണിംഗ് ഗൈസ്. മൂന്നാർ വഴി വട്ടവട ഞങ്ങളൊരു അടിമാലി എത്തപ്പോൾ ചേഞ്ചാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ആമിന. ഉറങ്ങി. ഫുഡൊക്കെ നല്ലായിരുന്നു കേട്ടോ. പക്ഷെ തണുപ്പ് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലേ. സിദ്ദിഖൊച്ച ഇഡലി എങ്ങനെ നല്ല തണുത്ത കാറ്റുണ്ട്, കൂടെ ചൂട് ചായ. ആദം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? നമ്മളിപ്പോ മൂന്നാർ ഒരു സ്ഥലം. എന്താ കഴിച്ച്? പൊറോട്ട. ഭയങ്കര തണുപ്പ്, നല്ല തണുത്ത കാറ്റുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. അക്കച്ചി, തണുപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കൊള്ളായിരുന്നു. പാപ്പ നോക്കെ മറ്റേ ജാദൂനെ കണക്ക്. ഗൈസ്, നമ്മൾ വട്ടവടയിലോട്ട് കയറാൻ പോവാണ്. ബോർഡൊക്കെ പൊളിഞ്ഞു കിടക്കും. ഗ്രാസ് ലാൻഡ്. നമുക്കിവിടെ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഗൈസ്, ഞങ്ങൾ വട്ടവട സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറങ്ങി. ഇവിടെ ഒരു ഹണി മ്യൂസിയം പിന്നെ കുറച്ച് ഫാമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കുതിര ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിങ്ങും ട്രക്കിങ്ങും ഒക്കെ ഉണ്ട്. നമ്മൾ ആ കുതിരയുടെ ക്ലോസപ്പ് എടുക്കാം. ഗൈസ്, അതിൻ്റെ കണ്ണൊക്കെ കെട്ടി അതിനെ അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട് പാവം. ഗൈസ്, ഞങ്ങളെ കൂടെ വന്ന ഒരു തമിഴനാണ്. നമ്മളിവിടെ എന്ത് കാണാനാണ് വന്നത്? സ്ട്രോബെറി. ഗൈസ്, നല്ല അടിപൊളി സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ്, നല്ല എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, അടിപൊളി വൈബ്. ഗൈസ്, സ്ട്രോബെറി തോട്ടാണ്. പക്ഷേ സ്ട്രോബെറി ഒക്കെ ചെറുതുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അയവ നല്ല സൺഫ്ലവറും. ഫ്രീ സ്ട്രോബെറി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ലവൻ പോയി മേടിച്ച് കൊണ്ട് തന്നറിയാവന്മാര്.
എനിക്ക് തന്നില്ല. സിയാൻ കൊണ്ട് തന്നെ. നമ്മുടെ സ്ട്രോബെറിയുടെ സീസൺ അല്ലെന്നാണ് അവർ പറയണത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതൊന്നും ലൈക്ക് പൂത്തോണ്ടിരിക്കണതേ ഉള്ളൂ. നല്ല വലുപ്പമുള്ള റോസാപ്പൂ. ഗൈസ് സ്ട്രോബെറി ജാം വിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ജാം ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഫേമസ് ആകട്ടെ. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? ഹരി മീനാക്ഷി. ഇവിടെ വെളുത്തുള്ളി, ജാമ്, വൈന് എല്ലാം ഉണ്ട്. വരുന്നവർ സാധനങ്ങൾ വാങ്ങുക ഗൈസ്. അപ്പൊ നമ്മളൊരു സ്ട്രോബെറി ജാം ഒരു ടിന്ന് മേടിച്ചിട്ടുണ്ട്. നല്ല ജാമാണ് കേട്ടോ. അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ടേസ്റ്റ്. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. വൈനും കൊള്ളാം ഗൈസ്, ബട്ട് നമ്മൾ ജാമ് മാത്രമേ വാങ്ങുന്നുള്ളൂ ഗൈസ്. ജാം മാത്രമല്ല, നമ്മൾ കുറച്ച് സ്ട്രോബെറി മേടിക്കുന്നുണ്ട്. ഗൈസ് അടുത്ത് നമ്മളൊരു വട്ടവട ഹണി മ്യൂസിയത്തിലോട്ട് കയറുകയാണ്. നമുക്ക് തേനീച്ച കൂടൊക്കെ ഒന്ന് കാണാം. നല്ല ഫ്രഷ് ഹണി കിട്ടും എന്നാണ് അവർ പറയുന്നത്. തേനെങ്ങനെ കിട്ടുമ്പോ ഫ്രഷ് ആയിട്ടുള്ള ചെറുതേ. ഇതെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ചെടി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചെടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ അമ്മച്ചിമാർക്ക് വേറെ ഒന്നും വേണ്ട. വട്ടവട ഹണി മ്യൂസിയത്തിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനും വാപ്പച്ചിയും മാത്രമേ ഇതിനുള്ളിൽ കയറിയുള്ളായിരുന്നേ. ഗൈസ് ഈ ഹണി മ്യൂസിയത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മറ്റേ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് ട്രിപ്പൊക്കെ കൊച്ചുങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ലൈക്ക് എക്സിബിഷനൊക്കെ കാണിക്കാൻ പറ്റും. അതേപോലെ ഹണിയുടെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെയാണ് ജസ്റ്റ് വിഷ്വലിയും അവർ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പറയുന്നത്. ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് 50 rupees ആയിരുന്നു കേട്ടോ. ഒട്ടും വರ್ತല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വട്ടവടയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത സ്ഥലം പിടിക്കാൻ പോവാണ് ഗൈസ്. വാപ്പച്ചിര കേരള ബാങ്ക് ഇവിടെ ഉണ്ട്. എന്താണ് വാപ്പൊക്കെ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ അടിച്ചാൽ എന്നും മൂന്നാർ കണ്ടോണ്ടിരിക്കാം. അയ്യേ. അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ ഇന്നലെ അടിമാലിയിലും കേരള ബാങ്ക് കണ്ടായിരുന്നു. എവിടെ ചെന്നാലും വാപ്പയുടെ ബാങ്ക് ആണെങ്കിൽ വാപ്പക്ക് അഭിമാനം ഉണ്ടോ? യെസ്, അതെ, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. കേരളം ഒട്ടൊക്കെ നമുക്ക് 800-ലധികം ബ്രാഞ്ചുകളുണ്ട്. ഇത് കേരള ബാങ്കിന്റെ പ്രൊമോഷനാ. വട്ടവട അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്താണിത്? സ്ഥലത്തിന്റെ പേര് ടോപ്പ് സ്റ്റേഷൻ. നമ്മളത് ആ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ രാവിലെ ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 300 meters എന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ടോപ്പ് സ്റ്റേഷൻ ഒരു വ്യൂ പോയിന്റ് ആണ്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ 1/2 kilometer നടന്നു വന്നത്. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ? നീ വിളിച്ച് തള്ളല്ലേ? ഓഹോ, അപ്പൊ ഇവരായിരുന്നല്ലേ ഡ്രൈവർ? ശരിക്കും നോക്കുന്നത് കൂട്ടുകാരന്മാരുണ്ട്. അധികം അടുത്തോട്ട് പോകാനായിട്ടൊരു പേടി. ചാടി മണ്ടേക്ക് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. എല്ലാം വലിയ വലിയ ട്രാവലറുകളും കാറുകളൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട്. സാറ്റർഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലുള്ളൊരു ഫുഡ് സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരം ബിരിയാണിയും മീൽസൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. പക്ഷെ ഒടുക്കത്തെ തിരക്കാണ്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ വണ്ടിയിലിരുന്ന് കാണുന്നു. അതെ, ആളുകളും വണ്ടികളും കാരണം റോട്ടിൽ അനങ്ങാൻ വയ്യ. ഗൈസ് ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഗൈസ് ഫുൾ ആളുകളാണ്. ഒന്നും മാറി തരുന്നില്ല വണ്ടി എടുക്കാൻ പോലും. ഇത്തിരി സ്പേസേ ഉള്ളൂ ഇവിടെ.
ആൾക്കാരൊന്നും മാറിപ്പോലും തരുന്നില്ല. മൂന്നാറിന്ന് മറയൂർ പോകുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഗുണ്ടുമല്ലി എസ്റ്റേറ്റ്. പക്ഷെ ഗൈസ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു. ഗൈസ് നല്ല മഴ. സൂപ്പർ മഴ, തണുപ്പ്, ക്ലൈമറ്റ് അടിപൊളി. ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോം സ്റ്റേ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മറയൂരുള്ള ലേ പാരഡൈസ് ആണ്. നല്ല കിടിലം ആംബിയൻസ് ഉള്ള ഹോം സ്റ്റേ ആയിരുന്നേ. ഇതെന്തൊരു ഹോസ്റ്റലാ ഗൈസ്. ബിഗ് ബോസ് പോലെ ഇവിടെ 8 ബെഡ്. ഇവിടെ കോമൺ ആയിട്ട് 4 ബാത്റൂം, ഡബിൾ ബെഡ് ആണല്ലോ, 8 ബെഡ്, സോഫ, TV എല്ലാം ഉണ്ട്. അപ്പൊ കോമൺ റൂം അല്ലാണ്ട് 5 ബെഡ്റൂം ഇവിടെ ഉണ്ടായിരുന്നേ. ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ആക്ച്വലി ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ ഇരുട്ടത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഭയങ്കര റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. പുലി വരും, ആന വരും. പക്ഷേ നമ്മൾ അതൊന്നും പേടിക്കാതെ നമ്മൾ കുറച്ച് പെൺപിള്ളേരും നമ്മുടെ കൂട്ടത്തിലൊരു ആൺതരിയുമായിട്ട് നമ്മൾ ഇങ്ങനെ ഇരുട്ടത്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിച്ച റെസ്റ്റോറന്റ് അടിപൊളിയായിരുന്നേ. ഇത് പ്രോപ്പർ മറയൂർ തന്നെയാണ്. നല്ല ഫുഡായിരുന്നേ. ഞങ്ങളൊരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റീസ് ചോക്ലേറ്റ് കിട്ടുന്ന 3, 4, 5, 6, 7, 8, 9 പേരാണ് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങിയത്. ഡ്രൈവർ 10 കൂടെ കൂട്ടി 10 പേര്. ഞങ്ങളുടെ ക്യാമ്പ് ഫയർ മഴ കൊണ്ടുപോയി ഗൈസ്. എല്ലാവരും ഇങ്ങനെ മഴ തോരുന്നതും കാത്ത് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ വിറക് റെഡിയാക്കിയിട്ടുണ്ട്, സ്പീക്കർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. പക്ഷേ മഴ. അപ്പോൾ ക്യാമ്പ് ഫയർ കിട്ടാത്തതിന്റെ വിഷമം മാറ്റാൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ദംഷരാട്സ് കളിക്കായിരുന്നേ. ചിരിച്ചു ഊപ്പാട് വന്ന് ഗൈസ്. ടാറ്റ പറയുന്ന ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ മറയൂർ റിസോർട്ടിൽ നിന്ന് നമ്മൾ രാവിലെ ട്രക്കിങ്ങിന് പോകണം കേട്ടോ. അപ്പം ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമേ. ഭയങ്കര കിടിലം ആംബിയൻസ് ആണ് ഗൈസ്. ഞങ്ങളെല്ലാവരും കൂടി 3 ജീപ്പിലായിട്ടാണ് പോയത്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പോകുന്നത് ഓഫ് റോഡിനാണ്. മറയൂർ കാന്തള്ളൂർ റോഡ്. എല്ലാവരും എക്സൈറ്റഡ് ആണോ? അവനെ വാള് വെക്കാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ട്രെക്കിങ്ങിന് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഫുഡ് അത്ര പോരായിരുന്നു, എന്നാലും ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ ചന്ദനക്കാടായിരുന്നേ. ചന്ദനം ഒന്ന് മണപ്പിച്ച് വെക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് മാന്തോപ്പിൽ വാട്ടർഫോൾസിലാണ്. ട്രെക്കിങ് എങ്ങനെ ഉണ്ടാവുന്ന അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർഫോൾസ്, ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർഫോൾസ്. നമുക്ക് കുളിക്കാനായിട്ടുള്ള സെറ്റപ്പായിട്ട് വരാൻ പറ്റിയില്ല. ക്ഷമിക്കണം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാം. നമുക്ക് കുളിക്കാമായി. അടിപൊളി. നമുക്കിവിടെ നിന്നും കറങ്ങിയുള്ള ബാക്കി കൂടെ ആ വണ്ടിയുടെ ലുക്ക് അടിപൊളിയായിട്ടുണ്ടല്ലേ. വണ്ടിയുടെ ലുക്ക് എങ്ങനെ ഉണ്ട് അണ്ണാ? ഒരു ജീപ്പ് പ്രേമി എന്നുള്ള നിലയിൽ സൂപ്പറാണ്. ആ വണ്ടിയിലുള്ള ഡ്രൈവർ അവ നല്ലപോലെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണാനുണ്ട്. അടിപൊളി. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് ഒരു വ്യൂ പോയിന്റ് ആണ്.
ട്രീ ഹൗസും ഹോഴ്സ് റൈഡിങ്ങും എല്ലാം ഉള്ള ഒരു അടിപൊളി സ്ഥലം. വെയില്, ചെറിയ മഴത്തുള്ളി, അതിനോട് നല്ല തണുത്ത കാറ്റും. ഉപ്പ എങ്ങനെ ഉണ്ടായിരുന്നു ട്രെക്കിങ്? ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. മിണ്ടാതെ നിൽക്കുന്ന ട്രെക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ട് ജീപ്പിൽ യാത്ര ചെയ്തൊരു ഓർമ്മ. നൊസ്റ്റാൾജിയ ഒന്ന്. ജീപ്പിൽ ഇങ്ങനെ വന്നപ്പോ കുടുങ്ങി. സ്ഥലം എങ്ങനെയുണ്ട്? വ്യൂ പോയിന്റ് അടിപൊളിയല്ലേ? നമുക്ക് ട്രീ ഹൗസിൽ കയറാം. ഗൈസ്, ട്രീ ഹൗസിൽ കയറുന്നതിന്റെ ഒരു കഷ്ടപ്പാടാണ്. പകുതി വരെ എത്തിയപ്പോ കുഴപ്പമില്ലായിരുന്നു, അതിനുശേഷം പേടിയാവുന്നുണ്ട്. അക്കച്ച് പേടിയാവുന്നുണ്ടാ? അമ്മ ടെൻഷൻ അടിച്ച് ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും? പകുതിക്ക് കയറിയപ്പോഴേക്കും ഒരു പേടി വന്നു കേട്ടാ. ഒരു ചെറിയ കുലുക്കുണ്ട് ഇതിന്, കുറച്ചധികം കുലുക്കും. വെറുതെ ആണിയിൽ വെച്ച് ഫിറ്റ് ചെയ്ത് ഞാനൊരു ആവേശത്തിന് ട്രീ ഹൗസിൽ കയറിയതാണ്. പക്ഷെ തിരിച്ചിറങ്ങാൻ ഞാൻ നല്ല പേടിച്ച് കഷ്ടപ്പെട്ടായിട്ട് ഇറങ്ങിയത്. എല്ലാവരും എന്നെ കളിയാക്കിയേ. അടുത്ത സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്, ചീനി ഹിൽ റിസോർട്ട്. പക്ഷെ ഞങ്ങളൊരു ഫാമിലേക്കാണ് വന്നേക്കണത്. ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. നമുക്കിവിടെ മേടിക്കാനും പറ്റും. കൃഷിയുണ്ട് കേട്ടോ. ആപ്പിള് കുറച്ച് ഉയരത്തിലാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ആപ്പിൾ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ. ഇന്ന് മഴയില്ല, ഇന്നലെ മഴയായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പാടായിരുന്നു. ഇന്ന് മഴയില്ല, നല്ല ക്ലൈമറ്റ്, ഇടയ്ക്ക് വെയിലുണ്ട്, ഇടയ്ക്ക് മഴയുണ്ട്. കോടയില്ല, പക്ഷെ അതുകൊണ്ടെല്ലാം നന്നായിട്ട് കാണാം, ഓരോ മുക്കുമൂലയും കാണാം. നമ്മളങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങ് രാത്രി ആകുമ്പോഴേക്കും കാലും നടുവൊന്നും കാണില്ല. നമ്മൾ കുറച്ചു നേരം പോയി മുട്ടിന് എണ്ണ ഒഴുകുന്നു, വീണ്ടും നമ്മൾ നടക്കുന്നു. നമ്മുടെ അടുത്ത സ്പോട്ടിൽ വീണ്ടും ജീപ്പ് കയറാൻ പോകുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് മറയൂരിൽ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ശർക്കര ഫാക്ടറിയിലേക്കാണ്. ജാഗിരി പ്രൊഡക്ഷൻ യൂണിറ്റോട്ട് നമ്മൾ വന്നേക്കുന്നത്. അതിന് തൊട്ട് ശർക്കര ആക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് കാണാം. ഈ പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത ഇത് കട്ടിങ് പ്രോസസ്സ്. 1 2. അപ്പോൾ ശർക്കരയുടെ A to Z പ്രോസസ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഉരുക്കി ഉണക്കി പൊടിച്ച് പല ഫ്ലേവർ ആഡ് ചെയ്ത് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും മേടിച്ചായിരുന്നു കേട്ടോ ശർക്കര. അടിപൊളി. എല്ലാവരും ഇതവിടെ പേടിച്ച് പിടിച്ച് 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെക്കിംഗ്? എല്ലാരും എക്സ്പീരിയൻസ് പറയും. പേടിച്ചോളൂ. ഒരു ഓലക്കീറ് കിട്ടുമോ? ഒരു ഓലക്കീറോ വെള്ള തുണി എടുക്കും എന്റെ കൂടെ. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ട്രെക്കിങ്ങിന്റെ ക്ഷീണം തീർക്കാൻ അവിടെ ഞങ്ങൾ കുറെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നേ, സംസാരിച്ചും ഗെയിം കളിച്ചും ഒക്കെ. ഇവിടെ ഓരോ സാധനങ്ങൾ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗെയിം. സ്കൂള്. അപ്പൊ നമ്മുടെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ മറയൂർ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇന്നലെ ഡിന്നർ കഴിച്ച അതേ സ്ഥലത്തുണ്ട്. ഗൈസ്, ഇന്നത്തെ നമ്മുടെ ലഞ്ച് ചട്ടിച്ചോറ്, ഫ്രൈഡ് റൈസ്, മീൽസ് എല്ലാം ഉണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? മറയൂർ വന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഫുഡ് സ്പോട്ടാണ്. പുളിശ്ശേരി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഫുഡ്? പുളിശ്ശേരി എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിസോർട്ടിലാട്ടോ ഞങ്ങൾ നിന്നത്. ഒരു രക്ഷയില്ല. ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി നല്ല മഴ ഞങ്ങളെ ചതിച്ചുകൊണ്ട് ക്യാമ്പ് ഫയർ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇനി എങ്ങനെയുണ്ട്? സ്ഥലം കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? എന്താ കയ്യിലിരിക്കുന്നത്? ഇത് എവിടെ നിന്ന് പറിച്ചത്? ഇവിടുത്തെ മരത്തുനിന്ന് പറിച്ചതാണോ? അവരടിക്കില്ലേ?
ഗൈസ് നമ്മൾ ലക്കം വാട്ടർഫോൾസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി പോകുന്ന വഴി ഞങ്ങൾ ഈ വാട്ടർഫാൾസും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് ലക്കം വാട്ടർഫാൾസ്. ഭയങ്കര തണുപ്പായതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇറങ്ങുന്നില്ല എന്ന് വെച്ചു. ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്യൂട്ടൊക്കെ ആയിട്ട് ഭയങ്കര തണുപ്പായതുകൊണ്ട് നമ്മൾ കുളിക്കുകയാണ് ബഹിഷ്കരിച്ചു അല്ലേ? അതെ അതെ. ഗൈസ് ഞങ്ങൾ തിരിച്ച് മൂന്നാറെത്തി. ഇനി ഇവിടെ കുറച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് രണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇടും. നമ്മൾ ചോക്ലേറ്റ് മേടിച്ചില്ലേ? ഞങ്ങൾ കുറേ ബോക്സ് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു. നമ്മൾ റിപ്പിൾസിന്റെ ഷോപ്പിലാട്ടോ ചായ കുടിക്കാൻ വേണ്ടി. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. അപ്പൊ നൈറ്റ് ഞങ്ങൾക്ക് വീണ്ടും ദംഷരാട്സ് തന്നെയായിരുന്നേ ഗെയിം. ഹേയ് ഗായ്സ്, അപ്പൊ നമ്മുടെ ട്രിപ്പ് കഴിയാറായി. നമ്മൾ അടിമാലി എത്തി ഡിന്നർ കഴിക്കാൻ വന്നിട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ കടക്കലേശ്വരി ബസ്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഓരോരുത്തരുത്തായിട്ടും ചോദിക്കും. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗവും ഏറ്റവും മോശമായി തോന്നിയ ഭാഗവും പറയുക. ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇന്നത്തെ ആ ട്രക്കിംഗ് ആയിരുന്നു ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട കാര്യം. യാത്ര എന്തായാലും വളരെ നന്നായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ കഥാപ്രസംഗം വേണ്ട. ട്രക്കിംഗ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ട്രക്കിങ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉച്ചക്കത്തെ ഫുഡും അടിപൊളിയായിരുന്നു. അസ്സലാമു അലൈക്കും. ക്യാമ്പ് ഫയറിന്റെ ആബ്സെൻസിൽ നമ്മൾ അവിടെ വന്ന് കളിച്ചത് ഗെയിം കളിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വളരെ ഹർഷം നൽകുമായിരുന്നു. ഇവനെ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇത് വളരെ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. അടിപൊളിയായിരുന്നു റിസോർട്ട്. മുകളിലത്തെ റൂമും അടിപൊളിയായിരുന്നു. അപ്പൊ അടുത്ത ട്രിപ്പിൽ നമുക്ക് ഇനിയും കുറെ റീലുകളൊക്കെ എടുക്കണം. ഞാൻ പുതിയതൊക്കെ കണ്ടുപിടിച്ച് വെച്ചേക്കും. അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് പിന്നെ കുറെ നേരം സംസാരിച്ചിരുന്ന് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയേട്ടാ. അപ്പൊ എത്താറായപ്പോ എല്ലാവർക്കും ഒരു വിഷമമായിരുന്നേ. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീടെത്തി. എല്ലാരും ഒരു ടാറ്റ പറയും. എത്താറായിരിക്കുകയാണ്. ട്രിപ്പ് തീരാറായിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ അതേ വീടെത്തി. കൊണ്ടുപോയതിനേക്കാളും ഒത്തിരി സാധനങ്ങളുമായിട്ട് ഞങ്ങൾ എല്ലാവരും തിരിച്ചിറങ്ങിയേ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും സ്കൂളിലും ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതാണ് ഇന്ന്. അപ്പോൾ ഞാനും എത്തിയ ഉടനെ തന്നെ റെഡിയായി ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയായിരുന്നേ. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹോൾ ഫാമിലി ആയിട്ട് ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോകണേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.